എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ പരിശോധിക്കാവുന്നതാണ്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയിലെ ആക്സസ് കോഡും നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലല്ല അവിടെ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയിലൂടെ ഹൈലൈറ്റ് ഡീറ്റെയിൽസുകൾ ഇവിടെ റിസൾട്ട് ഹൈലൈറ്റ് ആൻഡ് ടോപ്പേഴ്സ് എന്നുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ സബ്ജക്റ്റ് വൈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡൈസേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഹൈലൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു കീം പരീക്ഷ എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ എത്ര വിദ്യാർത്ഥികൾ ക്വാളിഫൈ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്, അതിൽ എത്ര ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്, അതുപോലെ ട്രാൻസ്ജെൻഡർ ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ എത്ര വിദ്യാർത്ഥികളുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 52,500 വിദ്യാർത്ഥികൾ ആണ്. അപ്പോൾ 52,000 അതായത് 79,044 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 58,340 വിദ്യാർത്ഥികൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 52,500 വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ 500 വിദ്യാർത്ഥികളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ എത്ര വിദ്യാർത്ഥികൾ HSC, അതുപോലെ തന്നെ CBSE, CISE, അതുപോലെ മറ്റുള്ള ബോർഡുകൾ എന്നിവയിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5,000 റാങ്കിനിടയിൽ എത്ര വിദ്യാർത്ഥികളാണ് വന്നിട്ടുള്ളത്, എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 1000 റാങ്കുകളിൽ ഓരോ ജില്ലയിൽ നിന്നും എത്ര വിദ്യാർത്ഥികളാണ് വന്നിട്ടുള്ളത്, അതുപോലെ ഓരോ ജില്ലയിൽ നിന്നും എത്ര വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിൽ എത്ര പെൺകുട്ടികളാണ് ആ ഒരു 100 റാങ്ക് ലിസ്റ്റിലുള്ളത്, ആൺകുട്ടികൾ എത്രയുണ്ട്, അതുപോലെ തന്നെ ആദ്യം വിദ്യാർത്ഥികൾക്ക് അതായത് എത്ര പ്രാവശ്യമാണ്, അതായത് ഈ ഒരു വിദ്യാർത്ഥികൾ ഈ ഒരു 100 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഓരോ വിദ്യാർത്ഥികളും ഫസ്റ്റ് അപ്പിയറൻസ് എത്ര ആളാണ് എഴുതിയത്, അതുപോലെ തന്നെ അതായത് ആദ്യമായിട്ട് പരീക്ഷ എഴുതിയിട്ട് 100 റാങ്കുകളിൽ ആദ്യമായിട്ട് എത്തിയത് എത്ര വിദ്യാർത്ഥികളാണ്, അതുപോലെ രണ്ടാമതായിട്ട് പരീക്ഷ എഴുതിയിട്ട് എത്ര വിദ്യാർത്ഥികളാണ് ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ടോപ്പ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഒന്ന് എറണാകുളത്ത് 24, അതുപോലെ തിരുവനന്തപുരത്ത് 15, കോട്ടയത്ത് 11. ഈ ഒരു 3 ഡിസ്ട്രിക്ട്സാണ് അതായത് ഈ ഒരു ടോപ്പ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. ഇത് എഞ്ചിനീയറിംഗ് റിസൾട്ടാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് പരിശോധിച്ച് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.